ഒരു വണ്ടി ഭ്രാന്തം പോലും അല്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും സെറാമിക് കോട്ടിങ് ചെയ്യാമെന്നുള്ളൊരു ബിസിനസ്സിലേക്ക് വരുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഈ ഒരു MBA കഴിഞ്ഞിട്ട് ഞങ്ങളൊരു EdTech സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഭയങ്കര ടഫായിരുന്നു. ഒരു വലിയ കോസ്റ്റ് ഉണ്ട്, സമയം എടുക്കുമായിരുന്നു. ആദ്യം ഒരു ആപ്പും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അത് അന്ന് എനിക്കത് അത്രയും കാശൊന്നും ലിവറേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അപ്പോൾ അന്ന് നമുക്കത് അതിൻ്റെ കുറച്ച് നാൾ അതിൻ്റെ പുറകെ കിടന്ന് കുറേ സമയം കളഞ്ഞ്, അപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും കൂടിയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ്, അവർ IT പ്രൊഫഷണലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പച്ചയ്ക്ക് പറഞ്ഞ്, താനെന്താ ജോലിക്ക് പോകാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ബിസിനസ്സൊക്കെ ആയിട്ട്. ബിസിനസ്സൊക്കെ ആണെന്ന് പറഞ്ഞ് സിമ്പിളാണല്ലോ, കാര്യം അച്ഛനമ്മയുടെ ചിലവിൽ കഴിഞ്ഞാൽ മതിയല്ല. അത്ര തറയായിട്ട് നമ്മളെ ആ രീതിയിൽ പറഞ്ഞു. അത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയൊരു ജോലിക്ക് കയറിയായിരുന്നു അന്ന് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് സർവീസസിൽ നമ്മളൊരു ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറി അവിടെ ഞങ്ങൾ ഈ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആയിട്ട് ഫ്ലാറ്റുകളിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഈ ഫ്ലാറ്റുകളിലുള്ള ആൾക്കാർ നേരിടുന്നൊരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, വാഷ് ചെയ്യാൻ പറ്റില്ല. കാര്യം വാട്ടർ സ്പില്ലേജ് പറ്റില്ല ഫ്ലാറ്റുകളിൽ. അപ്പോൾ വാഷ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ അവരെപ്പോഴും പറയും അങ്ങനത്തെ ഒരു സംഭവം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റീം വാഷ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പോൾ വാട്ടറിൻ്റെ സ്പില്ലേജ് ഉണ്ടാവില്ല. അപ്പോൾ അത് കൊണ്ടുവരാമെന്ന് ഓർത്ത് ഞാൻ അതിൻ്റെ പുറകെ നോക്കി നടന്ന്. അപ്പോൾ അന്ന് ഈ മെഷീന് 4 ലക്ഷം 5 ലക്ഷം രൂപയാണ്. പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു 1.5 മാസമെങ്കിലും എടുക്കും ഇത് സർവീസ് ചെയ്ത് വരാൻ. അപ്പം ഞാൻ ആലോചിച്ച് അത് പക്ഷേ വൈബിളല്ല. പിന്നെ മാത്രമല്ല, നമ്മളവിടെ പ്രൈസ് കോമ്പീറ്റ് ചെയ്യേണ്ടത് അവിടെ ബംഗാളിയായിട്ടാണ്. അവിടുത്തെ വാഷ് ചെയ്യണ ബംഗാളിയായിട്ടായിരിക്കും നമുക്ക് പ്രൈസ് കോമ്പീറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതൊട്ടും വൈബിളല്ലാന്ന് തോന്നി. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഈ കാർ അഴുക്കായാലാണല്ലോ വാഷ് ചെയ്യേണ്ട ആവശ്യം, കാർ അഴുക്കാകാതിരിക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറാമിക് കോട്ടിങ്ങിലോട്ട് എത്തുന്നത്. എത്ര വർഷം മുമ്പ് തുടങ്ങി? ഒരു 12 ഇയേഴ്സായി. 2 വർഷം. അരൂരാണ് ആദ്യം തുടങ്ങിയത്? അതെ, അരൂർ. നമ്മൾ ശരിക്കും ആദ്യം തുടങ്ങിയത് ഒരു നാനോ കാറിലാണ്. അപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഒരു നാനോ കാറിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയി ഒക്കെ ചെയ്ത് തുടങ്ങിയത്. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു. നിങ്ങൾ പറഞ്ഞത് അത് ശരിയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ പണി പഠിച്ചാലല്ലേ നമുക്ക് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാൻ ആദ്യത്തെ കുറേ വണ്ടികളൊക്കെ ഞാൻ തന്നെ പേഴ്സണലി പോയി പോളിഷ് ചെയ്യും. അപ്പോൾ അന്ന് ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ അവൻ എനിക്കിതൊക്കെ പിടിച്ചു തരും. റൂഫൊക്കെ അടിക്കുമ്പോൾ അവൻ താഴ്ത്തുന്ന സാധനങ്ങൾ എടുത്തു തരും. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം പിന്നെ ഇപ്പം എവിടെയൊക്കെ ഉണ്ട്? ഇപ്പം അരൂർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഇപ്പം എവിടെയൊക്കെ ഉണ്ട്? ഫ്രാഞ്ചൈസീസ് ഉണ്ട്. ഇപ്പം നമുക്ക് മലപ്പുറം, മംഗലാപുരം, ട്രിവാൻഡ്രം, കോയമ്പത്തൂർ, അങ്ങനെ 4 ഫ്രാഞ്ചൈസികളുണ്ട് നമുക്ക്. കൂടാതെ കൊച്ചിയിലുള്ള നമ്മുടെ ഔട്ട്ലെറ്റും ഉണ്ട്. എന്താണ് സെറാമിക് കോട്ടിംഗ് എന്ന് പറയുന്നത്? കാരണം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും. എനിക്കുള്ളൊരു ഡൗട്ടാണ്. എനിക്കിപ്പോഴും അറിയത്തില്ല എന്തോ ഈ സാധനം എന്നുള്ളത്. എന്താണ് സെറാമിക് കോട്ടിംഗ്? ശരിക്കും പലരും പലതും പറയുന്നുണ്ട്. ഇതിനകത്ത് വലിയൊരു സ്കാം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് പല തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് അറിയുന്നില്ലല്ലോ ഇതെന്താണ്. ഇതിപ്പോൾ വണ്ടി കുട്ടപ്പനാക്കി എന്താണ് ഇതിൻ്റെ മേലെ തേക്കുന്നത്, തേച്ചുകൊണ്ട് എന്താകണം, ഇത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് എന്തിനാണ് സെറാമിക് കോട്ടിങ്, എന്താണ് സെറാമിക് കോട്ടിങ്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് മെയിൻലി ഈ സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നപ്പം ഡീറ്റെയിലിങ്ങിൽ കുറേ മാറ്റങ്ങൾ വന്നു. പണ്ട് നോർമൽ വാക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷോറൂമിലാണെങ്കിലും ഒരു സ്ഥാപനത്തിലാണെങ്കിലും ഒരു വൂൾ പാഡ് വെച്ചിട്ട് അങ്ങോട്ട് പോളിഷ് ചെയ്യുക, എന്നിട്ട് വാക്സ് അപ്ലൈ ചെയ്യുക എന്നുള്ള സംഭവമായിരുന്നു. പക്ഷേ സെറാമിക് കോട്ടിംഗ് വന്നപ്പം വന്നൊരു ബെനിഫിറ്റ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഡീറ്റെയിലിംഗ് കുറച്ചും കൂടി പ്രൊഫഷണലായി. ഫോം പാഡ്സ് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം പെയിൻറ്റ് കട്ട് ചെയ്യുക എന്നുള്ള രീതിയിലായി. അൾട്ടിമേറ്റ്ലി പോളിഷിംഗ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് റിമൂവ് ചെയ്യൽ തന്നെയാണ്. അപ്പോൾ പക്ഷേ ഈ സമയത്ത് സെറാമിക് കുറച്ച് ഡീറ്റെയിലിംഗ് പ്രൊഫഷണൽ ആയപ്പോൾ ഫോം പാഡ്സ് ഉപയോഗിച്ച് തുടങ്ങി. ആവശ്യത്തിന് മാത്രം പെയിൻറ്റ് കട്ട് ചെയ്യുക. അപ്പോൾ പെയിൻറ്റ് തിക്നെസ് ഒരുപാട് കുറയാതെ ഡീറ്റെയിൽ ചെയ്ത് എടുക്കുക, വണ്ടി നല്ല ഫിനിഷിൽ എടുക്കുക എന്നുള്ള രീതിയിലായി. പിന്നെ ഈ സെറാമിക് കോട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു കെമിക്കൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോട്ടിങ്ങാണ്. പണ്ട് വാക്സ് എന്ന് പറയുന്നത് നമ്മൾ വാക്സ് ചെയ്ത് വാഷ് ചെയ്താൽ വാക്സ് പോവും. പക്ഷെ ഇതങ്ങനെ പോവില്ല. അപ്പോൾ സെറാമിക് കോട്ടിങ് ഭയങ്കര നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രോഡക്റ്റ് വരുന്നത്? ഇതൊരു SiO2 ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതായത് SiO2 പ്ലസ് ഒരു സോൾവെൻ്റാണ് വരിക. ഇത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് 95% SiO2 കണ്ടൻ്റ് ഉള്ളതാണ്.
പൊതുവെ ഒരു 60-70% ആണ് മാർക്കറ്റിൽ ഉണ്ടാവുക. പല ബ്രാൻഡുകൾ അവൈലബിൾ അല്ലേ ഇപ്പോൾ? ഉണ്ട്. അല്ലേ? അതെ അതെ. നിങ്ങൾ എന്ത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ ആക്ച്വലി ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിൻ്റെ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ബ്രാൻഡാണ്. അതെ അതെ. ഞങ്ങൾ R&D ചെയ്ത് നമ്മൾക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് അവർ മാനുഫാക്ചർ ചെയ്ത് തരും.